وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക, അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആനിലൂടെ നാം പഠിക്കുന്ന ഓരോ ആയത്തുകളും അതിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും കാത്തുസൂക്ഷിക്കുക. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 85-ാം അധ്യായമായ സൂറത്തുൽ ബുറൂജിലെ 11 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള 12 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വൈരികളായ, അവിശ്വാസികളായ ഒരു സമൂഹം. ആ അസ്ഹാബുൽ ഉഖ്ദൂദ് വിശ്വാസികളെ ക്രൂരത ചെയ്യുകയും അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരെ ശപിച്ചു എന്ന് നാം മനസ്സിലാക്കി. അവർക്ക് കിട്ടുന്ന ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്ന് മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലാത്ത മുഴുവൻ അവിശ്വാസികൾക്കും നരകമായിരിക്കും ശിക്ഷ എന്ന ശക്തമായ പാഠം സൂറത്തുൽ ബുറൂജിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നു. ഏറ്റവും അവസാനമായി മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും മർദ്ദിച്ചിട്ട് ഒരു പക്ഷാതാപവും ഉണ്ടായിട്ടില്ലാത്ത ആളുകൾക്ക് അദാബു ജഹന്നം, അദാബുൽ ഹരീഖ്, അവർക്ക് നരകശിക്ഷയുണ്ടെന്നും ചുട്ടുകരിക്കുന്ന ശിക്ഷയുണ്ടെന്നും ഓർമ്മപ്പെടുത്തി. 11-ാമത്തെ ആയത്തിലൂടെ എന്നാൽ വിശ്വാസികൾ അവിശ്വാസികളെ പോലെയല്ല, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും പീഡിപ്പിച്ച സമൂഹത്തെ പോലെയല്ല വിശ്വാസികളെന്നും അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വാലിഹുൽ അഅ്മാലുകൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് തായ്ഭാഗത്തൂടെ അരുവികൾ ഒഴുക്കുന്ന സ്വർഗീയമായ തോപ്പുകളുണ്ട്. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആ ദാലിക്കൽ ഫൗസുൽ കബീർ, ആ ഉന്നതമായ ആ വലിയ വിജയം കിട്ടാൻ എന്തു വേണം? ആമൻ, വിശ്വാസമുള്ളവരാകണം. സ്വാലിഹുൽ അഅ്മാലുകൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രവർത്തിക്കണം. അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി തുടർന്ന് 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, ഇന്ന തീർച്ചയായും, ബത്ഷ് പിടുത്തം, പിടുത്തം എന്ന് പറഞ്ഞാൽ പിടിച്ച് ശിക്ഷിക്കുന്നത്. ആരുടെ പിടുത്തം? റബ്ബിക, നിന്റെ നാഥന്റെ പിടുത്തം, ലശദീദ്, അത് അതികഠിനമായതാകുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ പിടിച്ചു ശിക്ഷിക്കൽ ഏറെ കഠിനമായതാണ്. അള്ളാഹുവിൻ്റെ ആ പിടിച്ചു ശിക്ഷ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അതൊരിക്കലും ഒരാൾക്കും താങ്ങാൻ കഴിയില്ല. അത്രയും ഷദീദായിരിക്കും, ശക്തമായതായിരിക്കും, കഠിനമായതായിരിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്.
ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് ഇന്ന ഉഖൂബതുഹു ലി അഹ്ലിൽ ജറാഇമി വദ്ദുനൂബിൽ ഇളാമി ലഖവിയ്യത്തുൻ ശദീദ. വലിയ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ വലിയ പാപങ്ങൾ, ആ പാപങ്ങൾ ചെയ്തവർക്കും തെറ്റുകാർ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ തന്റെ അവയവങ്ങളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സമയം കൊണ്ടൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കുമുള്ള റഹ്മാനായ റബ്ബിന്റെ ഒരു ശിക്ഷയുണ്ട്. താൽക്കാലികമായി സുഖങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും പെരുമ നടിക്കലും എല്ലാം ദുനിയാവിൽ ഉണ്ടാകുമെങ്കിലും അള്ളാഹുവിന്റെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തം, ആ ശിക്ഷ അത് അതികഠിനമായിരിക്കും, അതിശക്തമായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെയോ അതേ പ്രകാരം അവൻ അക്രമകാരികളെ പതിസ്ഥാനത്തിരുന്നു കൊണ്ട് നിരീക്ഷിക്കുന്നവനാകുന്നു. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. വിവിധ രാജ്യക്കാര് അക്രമികളായിരിക്കെ അവരെ പിടികൂടി ശിക്ഷിക്കുമ്പോ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമതുൻ ഇന്ന അഖദഹു അലീമുൻ ശദീദ്. ഇതേപോലെ എത്രയോ ധിക്കാരികളായ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, വിവിധ രാജ്യക്കാരുണ്ടായിരുന്നു. അവർ അക്രമങ്ങളിൽ മുഴുകിയപ്പോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടി ശിക്ഷിക്കുമ്പോ നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം അപ്രകാരം ശദീദായിരുന്നു. ഒരു ഇളവും അവർക്ക് കിട്ടിയിട്ടില്ല, ഒരു രക്ഷപ്പെടാനുള്ള ഒരു പഴുതും അല്ലാഹു നൽകിയിട്ടില്ല. അതേ പ്രകാരം ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്, അല്ലാഹുവിന്റെ പിടുത്തം ഏറെ വേദനയേറിയതാണ്, ഏറെ കഠിനമായതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും പീഡിപ്പിക്കുന്ന സമൂഹം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. വേദനിപ്പിക്കുന്നവർ, അതേ പ്രകാരം ആക്രമിക്കുന്നവർ, കൊല ചെയ്യുന്നവർ, പരിഹസിക്കുന്നവർ, അവർക്കൊക്കെ റബ്ബിന്റെ ഒരു പിടുത്തം ഉണ്ടാകുമെന്ന ആ പിടുത്തത്തിന്റെ സമയം വന്നാൽ ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയും അതികഠിനമായിരിക്കും റബ്ബിന്റെ പിടുത്തം, പിടിച്ചു ശിക്ഷിക്കൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾക്ക് നൽകുന്ന താക്കീതുകളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുമ്പോൾ വിശ്വാസികൾക്കുള്ള ഒരു സന്തോഷ വാർത്തയുമാണ് അത്. തുടർന്ന് അല്ലാഹു അവന്റെ ചില വിശേഷണങ്ങൾ പറയാണ് 13-ാമത്തെ ആയത്തിൽ, ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. ഇന്നഹു തീർച്ചയായും അല്ലാഹു, ഹുവ അവൻ, യുബ്ദിഉ ആദ്യമായി ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്, അതുപോലെ വ യുഈദ് ആവർത്തിച്ചുണ്ടാക്കുന്നതും അല്ലാഹുവാണ്. ഏതൊന്നിനെയും, മനുഷ്യനല്ല, മനുഷ്യൻ മാത്രമല്ല, ലോകത്തുള്ള ഏതൊരു സൃഷ്ടിയെയും ഏതൊന്നിനെയും ആദ്യമായി ഉണ്ടാക്കുന്നതും പിന്നീട് അതിനെ ആവർത്തിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതും ആർക്ക് മാത്രമാണ്? റഹ്മാനായ റബ്ബിന് മാത്രമാണ്. ഒന്നിന്റെയും ഒരു സൃഷ്ടിപ്പിലും മനുഷ്യനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ ഒരു പങ്കുമില്ല എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തിലൂടെ അല്ലാഹു നൽകുകയാണ്. അഥവാ ഐ ഹുവൽ മുൻഫരിദു ബിഇബ്ദാഇൽ ഖൽഖി വ ഇആദതിഹി ഫലാ യുശാരികുഹു ഫീ ദാലിക മുശാരികുൻ. സൃഷ്ടിപ്പിന്റെ തുടക്കം, ഏതൊന്നിന്റെയും സൃഷ്ടിപ്പിന്റെ തുടക്കവും അതിന്റെ ആവർത്തനവും നിർവഹിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുൻഫരിദാൻ, അവൻ ഏകനാണ്. അവന് യാതൊരു ഫലാ യുശാരികുഹു ഫീ ദാലിക മുശാരികുൻ, ഒരു പങ്കാളിയും അതിൽ പങ്കുചേരുന്നില്ല. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പ് മാത്രമല്ല, ലോകത്ത് നാം കാണുന്ന എന്തൊക്കെയുണ്ടോ എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന്റെ തുടക്കവും അതിന്റെ പിന്നീടുള്ള ആവർത്തനങ്ങളും എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദുൻ, അവൻ ഏകനാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്. തുടർന്ന് വഹുവൽ ഗഫൂറുൽ വദൂദ്, ആദ്യമായി ഉണ്ടാക്കുന്നതും ആവർത്തിച്ചുണ്ടാക്കുന്നതും അല്ലാഹുവാണ്. അതുപോലെ വഹുവ അവൻ അൽ ഗഫൂറു ഏറെ പൊറുക്കുന്നവനാണ് അവൻ, ഏറെ പൊറുക്കുന്നവൻ, എത്ര വലിയ തെറ്റുകൾ ചെയ്താലും. അല്ലദീ യഗ്ഫിറു ദുനൂബ ജമീഅഹാ ലിമൻ താബ, പക്ഷാതപിക്കുന്ന ആളുകൾക്ക് എല്ലാ തെറ്റുകളും അവൻ പുറത്തു കൊടുക്കും, എല്ലാ തെറ്റുകളും അവൻ പുറത്തു കൊടുക്കും. വയഅഫു അനിസ്സയ്യിആതി ലിമൻ ഇസ്തഗ്ഫറഹു വഅനാബ, ഖേദിച്ചു മടങ്ങുകയും പക്ഷാതപിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുവീഴ്ച ചെയ്യും. അത് വല്ലാത്തൊരു സന്തോഷ വാർത്തയാണ്. തെറ്റുകൾ ചെയ്യാം, മനുഷ്യ സഹജമാണ്. എന്ത് തെറ്റുകൾ ചെയ്താലും റഹ്മാനായ റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞ് അല്ലാഹുവേ പൊറുക്കണം, ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോകൂല്ല തമ്പുരാനെ, അറിയാതെ ചെയ്തു പോയതാണ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട് വന്നു പോയതാണ്, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവുകയില്ലെന്ന് റഹ്മാനായ റബ്ബിനോട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അതിൽ പക്ഷാതപിച്ച് മടങ്ങി, ഖേദിച്ച് മടങ്ങി അല്ലാഹുവിനോട് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് പക്ഷാതപിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അൽ ഗഫൂർ, എല്ലാ തെറ്റുകളും പുറത്തു തരുവാൻ റഹ്മാനായ റബ്ബ് ഒരുക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ കൈനീട്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണെന്ത്? അൽ വദൂദ്. അൽ വദൂദ്, അൽ വദൂദ്, വദൂദ് എന്ന് പറഞ്ഞാൽ ഏറെ സ്നേഹമുള്ളവൻ. നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, അതേ പ്രകാരം നമ്മുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകന്മാർ,
നാമുമായി പ്രവർത്തിക്കുന്നവർ പലരും നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സ്നേഹത്തിനൊരു പരിധിയുണ്ട്. എന്തെങ്കിലും ഒരു അനിഷ്ടം നമ്മിൽ നിന്ന് വന്നു പോയാൽ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മെ വെറുക്കും. ഒരു നിമിഷ നേരം മതി നമ്മെ വെറുക്കാൻ ഇഷ്ടപ്പെട്ടവർ. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ പോലും അള്ളാഹുവിന് നമ്മോട് വെറുപ്പില്ല. അത്രത്തോളം സ്നേഹിക്കുന്നവനാണ്. അറബിയിൽ വദൂദ് എന്ന് പറയുക, ഏറെ സ്നേഹിക്കുന്നവൻ, വല്ലാതെ സ്നേഹിക്കുന്നവൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹുവൽ ഗഫൂറുൽ വദൂദ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. അൽ വദൂദ് എന്ന് പറഞ്ഞ സ്നേഹം വളരെ ശുദ്ധമായ, യാതൊരു കളങ്കവുമില്ലാത്ത സ്നേഹമാണ്. ഈ അൽ വദൂദ് എന്നത് അൽ ഗഫൂർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്നതിനോട് ചേർത്തു പറഞ്ഞതിൽ നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങളും അതിലൊരുപാട് യുക്തി രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണത്? തെറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് പക്ഷാതപിച്ച് മടങ്ങിയാൽ, തെറ്റു ചെയ്തു എന്നതിന്റെ പേരിൽ അവരോട് അള്ളാഹുവിന് യാതൊരു ദേഷ്യവും ഉണ്ടാവില്ല. അള്ളാഹുവിന് അവരോട് ഇഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും ആ തെറ്റുകളിൽ നിന്ന് പക്ഷാതപിച്ച് മടങ്ങിയാൽ അള്ളാഹു അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കുകയും, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ, കാണരുതെന്ന് പറഞ്ഞ, സമ്പാദിക്കരുതെന്ന് പറഞ്ഞ ആ തെറ്റ് ചെയ്ത ആളുകളോട് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ് ഉണ്ടാവുക. പക്ഷാതപിച്ച് മടങ്ങിയാൽ അവരെ അള്ളാഹു തആല സ്നേഹിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ഒരു അടിമ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുമ്പോ അള്ളാഹു തആല അഫ്റഹു, ഏറെ സന്തോഷിക്കുന്നവനാണ്. തെറ്റ് ചെയ്ത ആളുകൾ പക്ഷാതപിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണവും പറഞ്ഞു. ഒരാൾ തന്റെ ഭക്ഷണവും വെള്ളവും മറ്റു ആവശ്യ വസ്തുക്കളുമെല്ലാം ഒരു വാഹനപ്പുറത്ത് വെച്ചു. അങ്ങനെ അത് മരുഭൂമിയിൽ വഴിതെറ്റി, അതിനെ കാണാതായി. ആ മൃഗത്തിനെ, തന്റെ ഭക്ഷണം അതിന്റെ മുകളിലാണുള്ളത്. ആ മൃഗം നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ നിരാശനായി ഒരു മരത്തണലിൽ മരണം കാത്ത് അയാൾ കിടക്കുന്നു. അപ്പോഴതാ അയാളുടെ വാഹനം അയാളുടെ തലക്കരികിൽ നിൽക്കുന്നു. അയാൾ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നു. അയാൾക്കുള്ളതിനേക്കാൾ, ആ മനുഷ്യൻ ആ സമയത്തുണ്ടാകുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് ഒരു അടിമ പക്ഷാതപിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ഒരു വിശേഷണം, വഹുവൽ ഗഫൂറുൽ വദൂദ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ ഏറെ സ്നേഹമുള്ളവനുമാകുന്നു. ദുൽ അർശിൽ മജീദ്. ദുൽ അർശ്, അർശ് എന്നാൽ സിംഹാസനം, സിംഹാസനത്തിന്റെ ഉടമയാണ്. ദുൽ അർശ്, അവൻ സിംഹാസനത്തിന്റെ ഉടമയാണ്. അൽ മജീദ്, മഹത്വമുള്ളവനുമാണ്. ദുൽ അർശിൽ മജീദ്, സിംഹാസനത്തിന്റെ ഉടമയും മഹത്വമുള്ളവനുമാകുന്നു. ഐ സ്വാഹിബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമ എന്നത് അവന്റെ അല്ലദീ മിൻ അളമതിഹി, അത് അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ ഭാഗമാണ്. അർശ് എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അന്നഹു, അള്ളാഹുവിന്റെ അർശ് വസിഅസ് സമാവാതി വൽ അർള വൽ കുർസിയ്യ്, അത് ആകാശഭൂമിയോളം വിശാലമാണ്. ആകാശഭൂമിയോളം വിശാലമാണ് അർശ് എന്ന് പറയുന്നത്. ഇവിടെ അല്ലാഹു തആല അർശ് എന്നതിനെ പ്രത്യേകം പരാമർശിക്കാൻ കാരണം ആ അർശിന്റെ മഹത്വമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേക സൃഷ്ടികളിൽ അവനിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അർശ്. അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് അൽ മജീദ് എന്നത്, മഹത്വമുള്ളവൻ. അള്ളാഹുവിലേക്ക് ചേർത്ത് മഹത്വമുള്ളത് എന്ന് സിംഹാസനത്തിലേക്ക് ചേർത്തുകൊണ്ടും അതിനെ വിശദീകരിക്കാം. അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹു മഹത്വമുള്ളവനാണെന്ന് അങ്ങനെയും ഒരർത്ഥം കൊടുക്കാം, പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് അർശിലേക്ക് ചേർത്തുകൊണ്ട് മഹത്വമുള്ള സിംഹാസനം എങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ സിഫാത്തുകളുമെല്ലാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. ഫഅലുൽ ലിമാ യുരീദ്, അതുപോലെ ഫഅലുൻ, അവൻ പ്രവർത്തിക്കുന്നവനാണ്. ലിമാ യുരീദ്, താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തികച്ചും പ്രവർത്തിക്കുന്നവനാണ്. ഒന്നും മറന്നു പോവുകയില്ല, വിട്ടുപോവുകയില്ല, എല്ലാം പ്രവർത്തിക്കുന്നവനാണ് അവൻ. അവൻ എന്തുദ്ദേശിച്ചാലും അത് ചെയ്തിരിക്കും. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ. നീ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടാകും. അള്ളാഹുവിനല്ലാതെ ഇത് സാധ്യമല്ല. അള്ളാഹുവിനെ പോലെ കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണ്. വേറെ ആർക്കും അത് കഴിയില്ല. ഏതെങ്കിലും ഔലിയാക്കന്മാരിലേക്ക് അത് ചേർത്തി പറയുന്നവരുണ്ട്. അത് വിശ്വാസത്തിന്റെ അപജയമാണ്. വിശ്വാസത്തിലുള്ള പുഴുക്കുത്തു കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അമ്പിയാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മുഹിദ്ദീൻ ശേഖനെ പോലെയുള്ള റിഫായി ശേഖനെ പോലെയുള്ള ആളുകൾക്കും അള്ളാഹുവിന്റെ ഈ വിശേഷണം ഉണ്ടെന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ അപജയമാണ്. അങ്ങനെ നമുക്ക് വിശ്വസിച്ചുകൂടാ. കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുക എന്ന് പറയേണ്ടതേ ഉള്ളൂ. അത് ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണ്.
അള്ളാഹുവിനല്ലാതെ ഒരു മഖ്ലൂഖിനും ഇത് സാധ്യമല്ല. അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളെ സഹായിക്കുന്നവനോ തടസ്സപ്പെടുത്തുന്നവനോ ഇല്ല. അള്ളാഹു എന്തോ ഉദ്ദേശിച്ചത് അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ കൊണ്ടുവന്ന ആ ഒരു സത്യപാത്മാവിനെ, സത്യമതത്തെ അതിനെ അറിയിക്കുന്ന അവന്റെ ചില പ്രവർത്തനങ്ങളെ പരാമർശിക്കുകയാണ്. പ്രവാചകന്മാർ കൊണ്ടുവന്നത് അത് സത്യമായിരുന്നു, അവര് പറഞ്ഞത് സത്യമായിരുന്നു എന്നതിനെ ബോധ്യപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങളാണ്, ചില കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വസമൂദ്. ഹൽ അതാക, നിനക്ക് വന്നു കിട്ടിയിരിക്കുന്നുവോ നബിയെ, നിനക്ക് വന്നില്ലയോ ഹദീസ് വർത്തമാനം, അൽ ജുനൂദ് സൈന്യങ്ങളുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയിരിക്കുന്നുവോ? ഏതാണ് ആ സൈന്യം? ഫിർഔന വസമൂദ്, അഥവാ ഫിർഔനിന്റെയും സമൂദിന്റെയും വർത്തമാനം. സൈന്യങ്ങളുടെ വർത്തമാനം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിർഔനിന്റെയും സമൂദിന്റെയും വർത്തമാനം. വകൈഫ കദ്ദബുൽ മുർസലീന ഫജഅലഹുമുല്ലാഹു മിനൽ മുഹ്ലകീന. എങ്ങനെയാണ് അവർ അവരുടെ പ്രവാചകന്മാരെ കളവാക്കിയതെന്നും പിന്നീട് അവർ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടതെന്നുമുള്ള വർത്തമാനം നിനക്ക് വന്നില്ലയോ നബിയേ, നിനക്ക് ഞാനത് പറഞ്ഞു തന്നില്ലയോ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഫിർഔന് ധിക്കാരിയായിരുന്നു, ഏറ്റവും വലിയ പോക്കിരിയായിരുന്നു. ധിക്കാരത്തിലും കളവാക്കലിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന ശത്രുവായിരുന്നു ആര്? ഫിർഔൻ. ഫിർഔനിന്റെ ചരിത്രം മുൻകഴിഞ്ഞു പോയ പല സൂറത്തുകളിലൂടെ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. അതുപോലെ സമൂദിനെയും ആ സമൂദ് വിഭാഗത്തെയും അള്ളാഹു നശിപ്പിച്ചതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅയിൽ നമ്മൾ പഠിച്ചു, മറ്റു പല സൂറത്തുകളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമൂഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ജുനൂദിനെ, ഫിർഔനിന്റെയും സമൂദിന്റെയും വർത്തമാനം നിനക്ക് വന്നില്ലേ? ബലില്ലദീന കഫറൂ ഫീ തക്ദീബ്. ബൽ അല്ല, അല്ലദീന കഫറൂ സത്യനിഷേധികൾ, ഫീ തക്ദീബ് അവർ നിഷേധിച്ചു തള്ളുന്നതിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. സത്യനിഷേധികൾക്ക് ഈ വർത്തമാനം വന്നിട്ടും വീണ്ടും അവർ ആ അസത്യത്തിൽ, ആ നിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ധിക്കാരവും കളവാക്കലും അവര് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ലാ തൻഫഉ ഫീഹിമുൽ ആയാത്ത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോ ആ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും ദൃഷ്ടാന്തങ്ങളും അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. അവരെങ്ങനെയായിരുന്നുവോ നിഷേധിച്ചിരുന്നത്, ആ നിഷേധത്തിൽ തന്നെയാണ് ഫിർഔനിന്റെയും സമൂദിന്റെയും ഒക്കെ വർത്തമാനം അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോഴും അവർ ആ അസത്യത്തിൽ, ആ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. വല്ലാഹു, അല്ലാഹു മിൻ വറാഇഹിം അവരുടെ പിൻവശത്തുകൂടി, മുഹീത്ത് അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാകുന്നു. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അല്ലാഹു അവരുടെ പിൻവശത്തുകൂടി അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ അതായത് ഖദ് അഹാത ബിഹിം ഇൽമൻ വഖുദ്റ, കഴിവിനാലും അറിവിനാലും അവരെ വലയം ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും കഴിവുള്ളത് അല്ലാഹുവാണ്, എല്ലാം കാണുന്നവനാണവൻ, എല്ലാം അറിയുന്നവനാണവൻ. അവരെ പൂർണ്ണമായി അല്ലാഹു അവരെ അറിവിനാലും കഴിവിനാലും അവരെ വലയം ചെയ്തിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അതുകൊണ്ടാണ് അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞത് ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്. ഫഫീഹി, അതിലുണ്ട് അൽ വഈദു ശദീദു ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് ശക്തമായ താക്കീത്, അതിശക്തമായ താക്കീത്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അവരുടെ പിൻഭാഗത്തുകൂടി അള്ളാഹു അവരെ വലയം ചെയ്യുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവരെ പിടിച്ചു സൃഷ്ടിക്കാൻ അള്ളാഹുവിന് അധിക താമസമൊന്നുമില്ല, അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല എന്ന അതിശക്തമായ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതാണത്. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ പെടുന്നവർക്ക് ശക്തമായിരിക്കുന്ന പാഠവും ശിക്ഷയും ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകളിൽ. തുടർന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരു മഹത്വം പറയുന്നു അല്ലാഹു. ബൽ ഹുവ ഖുർആനും മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂദ്. ബൽ അല്ല, ഹുവ ഖുർആനും മജീദ്, അത് മഹത്വമേറിയ ഒരു ഖുർആനാകുന്നു. അത് മഹത്വമേറിയ ഒരു ഖുർആനാകുന്നു. മജീദ് മഹത്വമേറിയത്. ഐ വസീഉൽ മആനി അളീമുഹാ കസീറുൽ ഖൈരി വൽ ഇൽമി, അറിവും വിജ്ഞാനവും ധാരാളമുള്ള, ആശയ വിശാലതയും മഹത്വവുമുള്ള ഖുർആൻ. നമ്മൾ പഠിക്കുന്ന ഖുർആൻ, നമ്മൾ ഓതുന്ന ഖുർആൻ, അള്ളാഹുവിന്റെ ഈ ധാരാളമായ താക്കീതുകളും ദൃഷ്ടാന്തവും കൊണ്ട് പറഞ്ഞ ഖുർആൻ, അസ്ഹാബുൽ ജുനൂദിനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന ഖുർആൻ, അവർക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ,
മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ട് അവർ പക്ഷാതപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞു തന്ന ഖുർആൻ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സ്വാലിഹുൽ അമാലുകൾ ചെയ്യുകയും ചെയ്തവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ, ഫിർഔനും അതുപോലെ സമൂദിനൊക്കെ ശക്തമായിരിക്കുന്ന പാഠങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ദൃഷ്ടാന്തം മുഖേന അള്ളാഹു ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞ ഖുർആൻ, ആ ഖുർആൻ ഏറെ മഹത്വമുടേതാണ്. അതിലൊരുപാട് വിജ്ഞാനങ്ങളുണ്ട്, ധാരാളം മഹത്വങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും മഹത്വമുള്ളതാണ്. അതിലെ പാരായണം മഹത്വമാണ്, അത് കേൾക്കുന്നത് മഹത്വമാണ്, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് മഹത്വമാണ്, അത് എഴുതുന്നത് മഹത്വമാണ്, അത് പരീക്ഷയിൽ പങ്കെടുക്കുന്നത് മഹത്വമാണ്. വിശുദ്ധ ഖുർആനുമായി നമുക്ക് നഷ്ടമാകുന്ന യാതൊന്നുമില്ല. അത്രത്തോളം മഹത്വമുള്ളതാണ് വിശുദ്ധ ഖുർആൻ, അത്രത്തോളം മഹത്വമേറിയതാണ് ഖുർആൻ. ഫീ ലൗഹിൻ മഹ്ഫൂസ്, സംരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത്. ലൗഹ് ഫലകം, സംരക്ഷിതമായ ഏറെ സൂക്ഷിക്കപ്പെട്ട ഒരു ഫലകത്തിലാണ് അതുള്ളത്. പിശാചുക്കളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതാണത് വിശുദ്ധ ഖുർആൻ. അതിൽ യാതൊന്നും ഒരാൾക്കും കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല, ഒരാൾക്കും അതിൽ നിന്ന് കുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ സുരക്ഷിതമാക്കപ്പെട്ടതുമായ ഫലകത്തിൽ അള്ളാഹു എല്ലാം സൂക്ഷിച്ചത് ലൗഹിൽ മഹ്ഫൂളിലാണ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിൽ മഹ്ഫൂളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വഹാദാ യദുല്ലു അലാ ജലാലത്തിൽ ഖുർആനി വജസാലതിഹി വരിഫഅതി ഖദ്റതി ഇൻദല്ലാഹി തആല, ഇത് ഖുർആനിന്റെ മഹത്വത്തെയും ഔന്നത്യത്തെയും അറിയിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ കാലം വരെയായിട്ട് ഒരാൾക്കും വിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തലുകളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കും അതിൽ എന്തെങ്കിലും കൂട്ടാനോ എന്തെങ്കിലും വെട്ടിച്ചുരുക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള എത്രയെല്ലാം അതിനെ ദുർവ്യാഖ്യാനിച്ചാലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുർവ്യാഖ്യാനങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിനെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ബുറൂജിലൂടെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. ഒരു നിലക്കും ഒരു വിശ്വാസികളെയും മർദ്ദിക്കരുത്, ഒരു വിശ്വാസികളുടെയും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്, അവരെ പരിഹസിക്കരുത്, അവരെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷയുണ്ടാകുമെന്ന മഹത്തായിരിക്കുന്ന പാഠം അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രത്തിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുക, ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാദാ, പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ നന്നാക്കുന്ന ആ വ്യക്തികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാപങ്ങളാകുന്ന ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ വർഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ പൂർണ്ണമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഞങ്ങൾക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ അതിന്റെ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയെ ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി സഹായിക്കുന്നവർക്ക്, പിന്തുണ നൽകുന്നവർക്ക്, ഇതിന്റെ ഖുർആൻ പഠിതാക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരിൽ നിന്ന് എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നീ നിന്റെ ബർക്കത്ത് അവർക്ക് നീ ചൊരിഞ്ഞു നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, കടത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ ഏവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരണപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സന്തോഷത്തോടെ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സമ്പത്ത് കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, സന്താനങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും ഖബറിലാണ്, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അവരോടൊപ്പം നാളെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും നേടിയെടുക്കുന്ന നല്ല മക്കളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ഖുർആൻ പഠിതാക്കളിൽ സനാബിലിന്റെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയവരുണ്ട്. എല്ലാവരെയും നിനക്കറിയാം, എല്ലാവരുടെയും പ്രയാസങ്ങൾ നിനക്കറിയാം, ഉദ്ദേശങ്ങൾ നിനക്കറിയാം. നീ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ ശമനം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിനോട് സ്നേഹമുള്ള, മുസ്ലിമീങ്ങളോട് അനുകമ്പയുള്ള ഭരണകർത്താക്കളെ ഞങ്ങൾക്ക് നീ തന്നുകൊണ്ട് സഹായിക്കണം
സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം വുജൂബാക്കണേ അല്ലാ, സ്വർഗം വുജൂബാക്കണം റഹ്മാനെ, സ്വർഗം വുജൂബാക്കണം റഹ്മാനെ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണം റഹ്മാനെ, നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ആരെയും നീ കടക്കാരായി മരിപ്പിക്കരുത് റഹ്മാനെ. മരണപ്പെടുന്നതിന്റെ മുമ്പ് എല്ലാവിധ കടങ്ങളും വീട്ടിയവരായ നിലയിൽ മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ, പലരും പ്രയാസത്തിലാണ്, പലരും രോഗത്തിലാണ്. എല്ലാവരെയും നിനക്കറിയാം അല്ലാഹുവേ. എല്ലാവിധ ലോഹിറും ബാത്തിനുമായ രോഗങ്ങളെ പൂർണ്ണമായ ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.